ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കൊറിയൻ ചിക്കൻ വിങ്സ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. കൊറിയൻ ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞാൽ കൊറിയയിലെ അവരെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ്. അവരെ ഒരു സൈഡ് ഡിഷ് എന്ന് പറയാം, അത് അങ്ങനെയുള്ളൂ. പിന്നെ നമ്മളിവിടെ പറയുന്ന പോലെ തട്ടുകടയിലൊക്കെ കിട്ടുക എന്ന് പറയുന്ന പോലെ അവരെ സ്ട്രീറ്റ് ഫുഡിൽ കിട്ടുന്ന ഫുഡാണ് ഈ ഒരു കൊറിയൻ ചിക്കൻ വിങ്സ്. അപ്പോൾ ശരിക്കും ഇവരാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഇതെന്ന് പറയുന്നത്, കൊറിയക്കാർ ഇതാണ്. അതിൻ്റെ ശേഷം പിന്നെ അത് ചിക്കൻ വിങ്സ് പല രീതിയിലും ഉണ്ടാക്കാൻ തുടങ്ങി. സ്പൈസി ആയിട്ടും സോൾട്ടി ആയിട്ട്, പിന്നെ ടെറിയാക്കി ചിക്കൻ, അങ്ങനെ ഒരുപാട് സോസിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഒരുപാട് പേരിൽ പിന്നെ അത് മാറ്റം വന്നതാണ്. ശരിക്കും ഒറിജിനലായിട്ട് ഈ ഒരു ചിക്കൻ വിങ്സിൻ്റെ റെസിപ്പി അവരതാണ്, കൊറിയൻ ചിക്കൻ വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. എല്ലാവർക്കും അറിയാൻ പറ്റും. ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നതുകൊണ്ട് എൻ്റെ ശരിക്കുള്ള ഈ ഒരു കൊറിയൻ ചിക്കൻ വിങ്സ് റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ സോസ് ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പകരം വേറെ സാധനം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് നെക്കി കൊടുക്കുക. റെസിപ്സൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന ചിക്കൻ വിങ്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 900 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ചിക്കൻ വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് വരുന്ന ഈ ഒരു ഭാഗം ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ ചിക്കൻ വിങ്സ് വാങ്ങിച്ചിട്ട് ആ വിങ്സ് മാത്രം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് സ്കിന്നോട് കൂടിയുള്ളതാണെങ്കിലും സ്കിന്നില്ലാത്തതാണെങ്കിലും പ്രശ്നമില്ല, എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ എടുക്കുക. അപ്പോൾ അതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല ഉണക്കിയെടുത്ത ചിക്കൻ വിങ്സ് ആയിരിക്കണം, തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് മൈദപ്പൊടി 1/4 കപ്പാണ്. ഈ ഒരു 900 ഗ്രാമിൻ്റെ അളവാണ് പറയുന്നത്. പിന്നെ വേണ്ടിയ കോൺഫ്ലവറാണ് 1/4 കപ്പ്. അപ്പോൾ ശരിക്കും ഒറിജിനൽ ഒത്തൻറ്റിക് അവരെ റെസിപ്പിയിൽ സ്റ്റാർച്ചായിട്ട് അവർ ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ സ്റ്റാർച്ചാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൺ സ്റ്റാർച്ചാണ് ഉപയോഗിച്ചത്, കോൺഫ്ലവർ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പക്കാരെന്ന് പറയുന്നത്, അതൊരു 1/4 ടീസ്പൂണാണ് വേണ്ടത്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ വിങ്സിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും, അതുകൊണ്ട് ലൈറ്റായിട്ട് ഉപ്പിടാൻ പാടുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ട് ഇടണം. ചിക്കൻ വിങ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് സോൾട്ടി ആയി പോവും. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടത്. അതിന് പകരം നിങ്ങളടുത്ത് പാപ്രിക്ക ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 എഗ്ഗാണ്, 1 മുട്ട, ചെറിയ സൈസിലുള്ളൊരു മുട്ടയാണ്, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിൽ തീരെ വെള്ളം ഒഴിക്കാണ്ട് നമ്മളത് കുഴച്ചെടുക്കണം. ആദ്യം ഇത് നമ്മൾ കുഴക്കുന്ന സമയത്ത് ഈ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തോന്നും കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് ഇത് എങ്ങനെ കുഴച്ചെടുക്കുമെന്ന് തോന്നും. പക്ഷേ തീരെ ഒഴിക്കരുത് കേട്ടോ. 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് മുട്ട അതിലുള്ളതുകൊണ്ട് ഇങ്ങനെ ലൂസായി വരും. ഇപ്പോൾ അത് കണ്ടോ, ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീരെ വെള്ളം ഒഴിക്കാണ്ട് കുഴച്ചെടുത്തതാണ്. ഇങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. തീരെ വെള്ളം തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ചിക്കൻ വിങ്സിലും തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ടായിട്ട് വരില്ല. ഇതിൻ്റെ മേലെ കണ്ടൊരു കോട്ടിങ് പോലെ വന്നത്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇമൽ ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക. അത് കുറേ വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ മാറ്റി വെക്കൊന്നും വേണ്ടിയില്ല, ഇങ്ങനെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും പ്രശ്നമില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മുങ്ങി പൊരിയാനുള്ള എണ്ണ ഉണ്ടായിരിക്കണം കേട്ടോ. ചിക്കൻ വിങ്സിൽ മുങ്ങിയിട്ട് പൊരിയാനുള്ളത് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രം എടുത്തത്. അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ടല്ലോ, അപ്പോൾ അതിൽ മുങ്ങിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പാത്രം എടുത്തത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വിങ്സ് എടുത്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ പൊരിക്കുന്ന സമയത്ത് നല്ലോണം നിറച്ച് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഇത് തൊടാൻ പോകരുത് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കയ്യിൽ വെച്ചിട്ട് തൊടാൻ പാടുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പാത്രം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് തൊടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വിട്ടു പോകും. ഇതിൻ്റെ മേലുള്ള കോട്ടിങ് ഇവന്ന് ഇളകിപ്പോവും. അതുകൊണ്ടാണ് തൊടരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളറ് ബ്രൗൺ ആയിട്ടുണ്ട് അടിഭാഗം കണ്ടോ. അപ്പോൾ ആ കോട്ടിങ് കഴിയുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗം ഒരു 3 മിനിറ്റൊക്കെ മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് അത്രയൊക്കെ മതി. അപ്പോൾ തന്നെ ഇതിങ്ങനെ ക്രിസ്പി ആവും. നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ തട്ടി നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ക്രിസ്പി ആയത്. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റിട്ട് ഒരു മീഡിയം തീയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. അധികം സിമ്മൊന്നും ആക്കി വെക്കണ്ട. ഇപ്പോൾ ഇതൊന്ന് നല്ലൊരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലോണ്ട് തൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശബ്ദം വരുന്നുണ്ട്. കോട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന് റെഡി ആയണമെന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടി നോക്കുക. പിന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഇമന്ന് കോട്ടിങ് ഇങ്ങനെ ഇളകുന്ന പോലെ നമുക്ക് തോന്നും.
അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ പുഡിങ് ഇങ്ങനെ വേറെ തന്നെ കാണുന്നത് കണ്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നല്ല ക്രിസ്പി തന്നെയാണ് ഉള്ളത്. ഇത് കോരിയിട്ട് നമുക്ക് എണ്ണ വാലാനുള്ള ഒരു ഗ്രില്ലിൻ്റെ മേലെ അല്ലെങ്കിൽ ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. തുറന്ന് വെക്കണേ, അടച്ച് വെക്കുന്ന പാത്രത്തിൽ വെക്കാൻ പാടില്ല, തുറന്ന് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ മേലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ അതിൽ വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്ടമുള്ള പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ബാച്ചായിട്ടാണ് ഇതിപ്പം പൊരിച്ചെടുക്കുന്നത്. ഞാൻ ചെറിയ ചട്ടിയാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ 3 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. കണ്ടോ മുഴുവൻ ഞാൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് 3 പ്രാവശ്യമായിട്ട് ഞാൻ ഫുള്ളും പൊരിച്ചെടുത്തതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മുഴുവൻ കോരി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുഴുവൻ കോരി. അപ്പോൾ ഞാൻ ആദ്യം കോരിയത് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ടാണ് വെച്ചത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് പൊരിച്ചത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ട്രിപ്പിലുള്ള നടുവിൽ വെച്ചിട്ടുണ്ട്, മൂന്നാമത്തെ ട്രിപ്പിലുള്ളത് ബാക്കിലും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 നമുക്ക് മനസ്സിലാവും ഏതാണ് ആദ്യം പൊരിച്ചതെന്നുള്ള. ആദ്യത്തേത് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ വീണ്ടും നല്ലോണം ചൂടാക്കി വെക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ആദ്യം പൊരിച്ചത് പിന്നെ ഇതിലിട്ടിട്ട് സെക്കൻഡ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഡബിൾ ഫ്രൈ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ അവരെ ട്രഡീഷണൽ മെത്തേഡാണിത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, പക്ഷേ ശരിക്കുള്ള റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് നല്ല തീ കൂട്ടി വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ മതി ഒരു ഭാഗം, തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം വെക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് വരിക, കരിഞ്ഞു പോകാൻ പാടില്ല, നല്ലൊരു കളറിൽ തന്നെ എടുക്കണേ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കോരി മാറ്റാണ്. ഇനിയിപ്പോൾ നടുവിലുള്ള രണ്ടാമത്തെ ട്രിപ്പിലുള്ളത് ഇട്ട് കൊടുക്കുക. അതേപോലെ മൂന്നാമത്തെ ട്രിപ്പിലുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കുക. ഈ നമ്മൾ പൊരിച്ചെടുത്ത മൊത്തം ചിക്കൻ വിങ്സ് നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് സോസിൽ മുക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സോസ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു സോസും കൂടെ വരുമല്ലോ, ആ സോസൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എത്ര നേരം വെച്ചാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം അതാ ഡബിൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിന് എത്ര നേരം വെച്ചാലും ഈ ഒരു ക്രിസ്പി തന്നെയാണ് ഉണ്ടാവുക, അത് പോവില്ല, പദം പോലെ വന്ന് പോവില്ല. ഇനി അടുത്തത് ഇതിൻ്റെ സോസ് ഉണ്ടാക്കലാണ്. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വേറെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പൊരിച്ചിട്ടുള്ള ആ എണ്ണയിൽ തന്നെ ഒരു കയ്യിൽ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ആ ചൂടുള്ള എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് നല്ലോണം ഇതേപോലെ ചെറുതായിട്ട് അരിയാൻ നോക്കണം. നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. അത് നല്ലോണം ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഗാർലിക് ഇട്ടാൽ തന്നെ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പം തീരെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്ര ഇടണ്ട, 1 ടേബിൾ സ്പൂൺ ആക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി കണ്ടോ. ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സോയാ സോസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പ് സോയാ സോസ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സോയാ സോസും ഗാർലിക്കും പിന്നെ ഇതിൽ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള എണ്ണയുണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ബ്രൗൺ ഷുഗറാണ് ഇതിൽ വേണ്ടിയത്. ഇനിയിപ്പോൾ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇത് കിട്ടുകയാണെങ്കിൽ ഇതന്നെ ഇട്ടാൽ ഇതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ബ്രൗൺ ഷുഗർ ഇടുന്നതിന് പകരം അവരിടുക എന്താണെന്ന് വെച്ചാൽ റൈസ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ട്രഡീഷണൽ സോസ് ഉണ്ട്. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സോസാണ്. അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ബ്രൗൺ ഷുഗർ ഇട്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്ത ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ, നമ്മളെ സാധാരണ കെച്ചപ്പ്. അത് ഒരു 1/4 കപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സോസുകളും ഈ ഒരു ബ്രൗൺ ഷുഗറും എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ബബിൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൈസ് സിറപ്പാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്, അട്രാക്ഷൻ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൗൺ ഷുഗറിൻ്റെ ടേസ്റ്റാണ് അതിന് കൂടുതലായിട്ട് ഉണ്ടാവുക, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ഒരു പകരമായിട്ട് ഇതെടുത്തത്. ഏകദേശം ഒരേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒന്ന് നോക്കുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക. പിന്നെ എക്സ്ട്രാ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന എല്ലാ സോസിലും ഉപ്പുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് നമ്മളെ വെള്ള എള്ള് സീസയും എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ഇതേപോലെ തന്നെ വൈറ്റ് എള്ള് തന്നെ ആയിരിക്കണം. ഇതിന് പകരം ബ്ലാക്ക് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. വൈറ്റ് തന്നെയാണ് ഇടേണ്ടത്. അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെളുത്ത എള്ളും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരുവിധമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ സുർക്ക നമ്മളെ വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അവർ ഒഴിക്കൂല. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആയതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതാ നമ്മളിനിപ്പോൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ വിങ്സ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ നല്ല ഡബിൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വിങ്സാണിത്.
അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ ഓഫാക്കിയിട്ടില്ല, കത്തിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിലോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലാണ് പെട്ടെന്ന് ഇത് മൊത്തം ഈ ഒരു ചിക്കൻ വിങ്സിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സോസ് നല്ലോണം കോട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടാണ് ഇതൊന്നും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ കയ്യിലോണ്ടോ അല്ലെങ്കിൽ സ്പൂണോണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് പോലും ചിക്കൻ വിങ്സിൻ്റെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള വിങ്സിൻ്റെ ഒരു ഭാഗത്ത് പോലും ഈ സോസ് ആവാത്തത് ഉണ്ടാവാൻ പാടില്ല. കംപ്ലീറ്റ് നല്ലോണം കോട്ടായിട്ട് കിട്ടണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മധുരമായിരിക്കും, പിന്നെ ഉപ്പുണ്ടാവും, പിന്നെ പുളി ഉണ്ടാവും, പിന്നെ സ്പൈസി ആയിരിക്കും. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. സ്വീറ്റ് ആൻഡ് സോർ, ക്രഞ്ചി അല്ലെങ്കിൽ യമ്മി എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ പാർട്ടികളിലൊക്കെ ചിക്കൻ 65, ചിക്കൻ പൊരിച്ചത് ഇതൊക്കെ വിളമ്പുന്നതിന് പകരം നമ്മളെ നാട്ടിലും സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അട്രാക്ഷനുമാണ്, അതുപോലെ തിന്നുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഞാൻ ഇപ്പോഴും തീ ഓഫ് ചെയ്തിട്ടില്ല. ഇതിനൊരു പാകം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ നമ്മൾ തീരെ ഉണ്ടാവാൻ പാടില്ല സോസ്. ആ സോസ് കംപ്ലീറ്റ് നമ്മളെ ചിക്കൻ വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നല്ല ഇങ്ങനെ ഒട്ടും, നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഊമ്പിയിട്ട് തിന്നു പോവും. അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ഒരു കോട്ടിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ഒരു സോസൊന്നും കാണാണ്ടായിട്ടുണ്ട്, നല്ലോണം കോട്ടായി മാറി കണ്ടോ. ഫ്രൈ പാൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിനിപ്പം വേറൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇത് അവരെ കൊറിയനിൽ ഞാൻ പറഞ്ഞില്ല, അവരെ സ്ട്രീറ്റ് ഫുഡിൽ പെട്ടതാണ് ഈ ഒരു ചിക്കൻ വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഈ സോസിന് മാത്രം പറയുക ടെറിയാക്കി സോസ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ സോസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു മാറ്റം ഞാൻ വരുത്തിയെന്ന് വെച്ചാൽ റൈസ് സിറപ്പിന് പകരം ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ടത്. അത്രേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. റൈസ് സിറപ്പിൻ്റെതും അതുപോലെ ബ്രൗൺ ഷുഗറിൻ്റെതും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് അത് ഇട്ടാൽ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കണ്ട. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.